വെൽക്കം ബാക്ക് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ഫിസിക്സ് മോഡൽ എക്സാം 2025 ആൻസർ കീയാണ് ഞാൻ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ത്രൂ ഔട്ടായിട്ട് കേട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് തന്നെ ആദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ഈസി എന്ന് തന്നെ പറയേണ്ടതുള്ളൂ. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. +2 ഫിസിക്സ് ഇതിനേക്കാൾ ഈസി ആയിരുന്നു. ഓക്കെ, അതിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് കുറച്ച് ലെവലാക്കിയിട്ട് ഇൻഡയറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലൊന്നും അറിയില്ല. ഓക്കെ, ബാക്കിയെല്ലാം ഡയറക്റ്റായിട്ട് പ്രീവിയസ് ചോദിക്കുന്നതാണ്. അതേ എനിക്ക് ഇവിടെയും പറയാനുള്ളത് പബ്ലിക് എക്സാമിന് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കുറച്ചും കൂടി NCERT ഓറിയൻറ്റഡ് ആയിട്ട് എക്സസൈസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ലെവലിൽ പഠിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ മാത്സ് അങ്ങനെ തന്നെ വരണം എന്നല്ല, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്സിൻ്റെ എക്സാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ലാസ്റ്റ് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും, ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ പബ്ലിക് എങ്ങനെയായിരുന്നു? ഓക്കെ, ഡയറക്റ്റ് മീൻസ് അതിൽ ഭയങ്കര ടഫ് എന്നല്ല, NCERT ഓറിയൻറ്റഡ് പഠിച്ച കുട്ടിക്ക് ഈസി ആയിരുന്നു എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, എനിവേ ഓക്കെ, എന്താണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി മക്കളെ, എന്തായാലും ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ അതിൽ തന്നെ സ്ക്രീനിൽ തന്നെ ചെയ്ത് കാണിക്കുകയാണ് എഴുതുന്നതിന് പകരം. ഓക്കെ, 1 മാർക്കിൻ്റെ സെഷനിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ 0.0024500. ആൻസറിനെ ഇങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ, എഴുതാനോ മറ്റൊന്നും നിൽക്കുന്നില്ല. 0.0024500 എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടാവുക? 24500 അല്ലേ? ആൻസർ 5 ആണ്. ഓക്കെ, കാരണം ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1 ദ സീറോസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ ഡെസിമൽ പോയിന്റ് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നുള്ള ആ ഒരു മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് എ വെഹിക്കിൾ? അങ്ങനെ പറഞ്ഞു പോകാട്ടെ, എഴുതാൻ നിൽക്കുന്നില്ല കാരണം എനിക്ക് ഹാർഡ് കോപ്പി കിട്ടിയിട്ടില്ല. ഓക്കെ, S is equal to -u²/2a ആണ് അതിൻ്റെ ആൻസർ വരും. മക്കൾ പറഞ്ഞു പോവാം. അതിൽ പ്രോബ്ലംസ് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ അത് ചെയ്തുതരാം. ഓക്കെ, അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ വോയിസ് ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാർ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്തുതരാം കേട്ടോ. ഡോണ്ട് വറി, അത് നിങ്ങൾക്ക് എന്താണ് സപ്പോർട്ട് വേണ്ടത്, അത് എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് ചെയ്തുതരാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് കിട്ടിയതിന് ഷുവർലി എനിക്ക് വേണ്ട രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണെങ്കിൽ ഞാൻ ചെയ്തുതരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഓഫ് മാസ് m ഈസ് v0 ആണ്. വാട്ട് വിൽ ബി ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് അനദർ സാറ്റലൈറ്റ് ഓഫ് മാസ് 2m ഇൻ ദ സെയിം ഓർബിറ്റ് ആണ്. സെയിം ഓർബിറ്റ്. ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ ഒരിക്കലും മാസിന് ഡിപ്പെൻഡ് ചെയ്യില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിന് മീനിങ് എന്താ? മാസ് കൂടിയ ആൾ m ആവട്ടെ അല്ലെങ്കിൽ 2m ആവട്ടെ, സെയിം ഓർബിറ്റ് ആണ്. ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും ഫ്രം ദ സെൻറ്റർ ഓഫ് ദ തോർ പ്ലാനറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മാസ് മാറിയാലും വലുതായാലും ചെറുതായാലും ഒന്നും ഒരിക്കലും ഓർബിറ്റൽ വെലോസിറ്റി മാറില്ല. സോ ആൻസർ ഈസ് v0 ആണ്. കുറേ ആൾക്ക് തെറ്റും, കുറേ ആൾ ശ്രദ്ധിക്കില്ല. അതാണ് അശ്രദ്ധയുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാത്ത കുട്ടിക്ക് കുറേ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ട് മാർക്കുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ടു കോസ് ലാർജ് സ്ട്രെയിൻസ് ആർ കോൾഡ് ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാഫ് ഇയർ എക്സാമിനും ഇലാസ്റ്റോമർ ഉണ്ടായിരുന്നു ഫ്രം സോളിഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡീൽസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഫ്ലൂയിഡ്സിലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നറിയപ്പെടുന്നത്. നേരെ തിരിച്ചിട്ട് എനർജി ആകുമ്പോൾ ബെർണോളീസ് പ്രിൻസിപ്പിളാണ് വരിക. ബെർണോളീസ് വന്നില്ല അല്ലേ? നോർമലി ബെർണോളി വരുന്ന പറഞ്ഞിട്ട് ബെർണോളി ഒഴിവാക്കി. ഓക്കെ, ക്യാപ്പിലാരിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ഇൻ വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നോ മീഡിയം ഈസ് റിക്വയർഡ്? നമുക്ക് 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. കണ്ടക്ഷൻ ഉണ്ട്, റേഡിയേഷൻ, കൺവെക്ഷൻ. ഇതിൽ ഏതാണ് മീഡിയത്തിൻ്റെ ആവശ്യമില്ലാത്ത? റേഡിയേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് സിമ്പിൾ, ഞാൻ 9 വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത് ഓൾറെഡി ചെയ്ത കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ സ്റ്റുഡൻസ് അവർക്ക് അറിയാം, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, കൈനറ്റിക് തിയറിയിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ, കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ആൻസറിൽ ടെമ്പറേച്ചർക്ക് ഈ പ്രൊപ്പോർഷണലിറ്റി ചെയ്യാം. ഇനി 2 മാർക്കിൻ്റെ സെഷനിലേക്ക് പോകാം. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്ലെയർ ത്രോസ് എ ബോൾ അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 29.4 മീറ്റർ. അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇത്ര ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ മക്കൾ. അത് കുറേ ആൾ അയ്യോ എനിക്ക് പോയല്ലോ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ എന്തിനാ അറിയോ, നമ്മൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. ഓക്കെ, അത് എന്തായാലും ചെറിയ മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്ത് പഠിച്ചാലും അങ്ങനെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളതിങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 29.4 മീറ്റർ പെർ സെക്കൻഡ് നെറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി എന്നൊക്കെ പറയാം. അപ്പോൾ മനസ്സിലാക്കണം, ഇതങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് 1 ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്ക് എത്രയൊക്കെ അത് മനസ്സിലായി നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ലേ പാർട്ട് പറയുന്നത്, വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂറിങ് ദ അപ്വേർഡ് മോഷൻ ഓഫ് ദ ബോൾ? ഒരു ബോൾ മുകളിലോട്ട് പോകും, അപ്വേർഡ് മോഷൻ ആകുന്ന
പോകുന്ന സമയത്ത് ആക്സിലറേഷൻ എപ്പോഴും എങ്ങോട്ടേക്കാണ് ഗ്രാവിറ്റേഷൻ കാരണം ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ എപ്പോഴും എങ്ങോട്ടേക്ക് ഒരു ഡൗൺവേർഡ് ഡിറക്ഷനാണ് -g എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ഡൗൺവേർഡ് ഡയറക്ഷൻ ബി പാർട്ടോ വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ ഹയസ്റ്റ് പോയിന്റിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടുമ്പോൾ അതുപോലെ ഗ്രാവിറ്റേഷൻ g ഉണ്ടാവും അല്ലെങ്കിൽ -g ഉണ്ടാവും പക്ഷേ വെലോസിറ്റി ആണെങ്കിലോ 0 ആയിരിക്കും ഓക്കെ നമ്മളിതിൽ വെലോസിറ്റി വെർട്ടിക്കൽ കോമ്പണൻ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഇത് 2 ഡയമെൻഷൻ അല്ല 1 ഡയമെൻഷൻ ആയിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓക്കെ കാരണം ആംഗിൾ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ എ പാർട്ട് ബി പാർട്ട് ഉണ്ട് എ പാർട്ട് ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ 2 വെക്ടേഴ്സ് ഓഫ് ഡിഫറൻറ്റ് മാഗ് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ലൂസ് മീൻസ് നോർമലി ചോദിക്കുക എ വെക്ടർ പ്ലസ് ബി വെക്ടറിൻ്റെ മോഡുലസും മാഗ്നിറ്റ്യൂഡും എ വെക്ടർ മൈനസ് ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആകുന്നത് ഏത് ആംഗിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 90 ഡിഗ്രി ഒക്കെ ആൻസർ ചെയ്യുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അത് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും വെക്ടറും ബി വെക്ടർ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് എ വെക്ടറുണ്ട് ബി വെക്ടർ കോൺസെപ്ഷനാണ് ഓക്കെ രണ്ടാൾക്കും ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡാണ് എന്നിട്ട് അവർ ചോദിക്കുന്നത് പോസിബിൾ ആണെന്ന് ചോദിക്കുന്നത് എ വെക്ടർ പ്ലസ് ബി വെക്ടറും എ വെക്ടർ മൈനസ് ബി വെക്ടറും ഈക്വൽ ആകുമോ അത് പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത് നോർമലി അത് പോസിബിൾ അല്ല കാരണം എന്താ എ വെക്ടർ പ്ലസ് ബി വെക്ടറിൻ്റെ ഡയറക്ഷനും എ വെക്ടർ മൈനസ് ബി വെക്ടറിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കില്ല ഒരിക്കലും സെയിം ആയിരിക്കില്ല മേ ബി നല്ല മാഗ്നിറ്റ്യൂഡ് സെയിം ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞു 90 ഡിഗ്രിയിൽ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആവും പക്ഷേ ഡയറക്ഷൻ സെയിം ആവില്ല അതുകൊണ്ട് അതൊരിക്കലും പോസിബിൾ ആവില്ല ആൻസർ ഈസ് നോ അതിൽ 9th ബി പറഞ്ഞു ഇങ്ങനത്തെ കോൺസെപ്റ്റുകളാണ് കുറേ ആൾക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും 9th ബി റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് നൾ വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്ടർ 0 വെക്ടർ ആണ് ഓക്കെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഏത് കോൺസെപ്റ്റ് വെച്ചിട്ട് പറയാം 0 ഇൻറ്റു അല്ലെങ്കിൽ നൾ വെക്ടറിന് മറ്റൊരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ് കിട്ടുക നൾ വെക്ടർ തന്നെയാണ് കിട്ടുക നൾ വെക്ടർ മറ്റൊരു വെക്ടറുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വെക്ടർ പ്ലസ് അത് നൾ വെക്ടർ പ്ലസ് ഒരു വെക്ടർ നമുക്ക് വെക്ടർ എന്ന് വിളിക്കാം ആൻസർ വെക്ടർ സാധാരണ 0 നമ്മൾ ഇപ്പോൾ 0 + 1 എന്താ 1 അല്ലേ 0 × 1 എന്താ 0 അല്ല അത്രയേ ഉള്ളൂ അതൊരു വെക്ടറിൻ്റെ കൂടെ കൊടുത്തിട്ട് പറയണം എന്ന് മാത്രം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 10 അതിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട് വർക്ക് ഡൺ ഇൻ ദ മോഷൻ ഓഫ് ബോഡി ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0 ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ് ഇൻ നേച്ചർ സേ ട്രൂ ഓർ ഫാൾസ് ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ ഒന്ന് മാറ്റിപ്പിടിച്ച് നോർമലി നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറിൽ ടൈപ്സ് ഓഫ് വർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പുതിയതാക്കാൻ വേണ്ടി ട്രൈ ആക്കിയെന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ ടൈപ്സ് ഓഫ് വർക്ക് കൺസർവേഷൻ ഓഫ് എനർജി എല്ലാം ചോദിക്കുന്നതിന് പകരം കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫോർ എ റൗണ്ട് ട്രിപ്പ് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഫോർ എ റൗണ്ട് ട്രിപ്പ് അത് 0 തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ കാരണം എന്താ അത് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന കാര്യമാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയാണ് ഡിപ്പെൻഡ് സിംപ്ലി ഡിസ്പ്ലേസ്മെൻറ്റിനാണ് ഡിപ്പെൻഡ് അത്രയും പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ തന്നെ ആയില്ലേ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് WCF ആണ് അവിടെ ഡിസ്പ്ലേ റൗണ്ട് ട്രിപ്പിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് 0 ആണ് അപ്പോൾ WCF × 0 സോ ആൻസർ വിൽ ബി 0 ആണ് ഓക്കെ മക്കൾ നിങ്ങൾ കേട്ടിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണെന്ന് പോസ് ചെയ്ത് നോട്ട് ചെയ്ത് പോയത് കേട്ടോ അതിൽ ബി പാർട്ട് ക്ലാസിഫൈ ദ ഫോളോയിങ് ടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ് വിസ്കസ് നോൺ കൺസർവേറ്റീവ് ആണ് മാഗ്നറ്റിക് നോൺ കൺസർവേറ്റീവ് ആണ് അപ്പോൾ 2 കൺസർവേറ്റീവ് ഉള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്കും കൺസർവേറ്റീവ് ആണ് പക്ഷേ ഫ്രിക്ഷനും വിസ്കസും നോൺ കൺസർവേറ്റീവ് അത് രണ്ടും പഠിച്ചാൽ അത് ഫ്രിക്ഷനും വിസ്കോസിറ്റിയും ആണ് നോർമൽ നോൺ കൺസർവേറ്റീവ് വരിക ബാക്കിയൊക്കെ കൺസർവേറ്റീവ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 11 എ പാർട്ട് ഡിഫൈൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇറ്റ് ഈസ് ദ റൊട്ടേഷൻ ഇനേഷ്യ ആണെന്നുള്ള കേസ് അറിയാം റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ആണെന്നറിയാം ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദ ഡിറക്ഷൻ ഓക്കെ റൊട്ടേറ്റിംഗ് ബോഡി ഒരു സ്റ്റേറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി വേണം വിളിക്കാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ചേഞ്ച് മാറ്റാനുള്ള ആ ഒരു ഇന്നബിലിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കാം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എത്രയോ പ്രാവശ്യം ചോദിച്ചാൽ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മാസ് ഓഫ് ദ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് ദ ബോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക ഓക്കെ ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻസ് എ പാർട്ട് ബി പാർട്ട് അതിലുണ്ട് സ്റ്റേറ്റ് കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷനാണ് നമ്മൾ ഏരിയൽ വെലോസിറ്റീസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ഏരിയ സ്വെപ്റ്റ് ബൈ എ പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇക്വേഷൻ കൂടി എഴുതണം DA/dt L/2m ക്യാപിറ്റൽ L ആണ് ആംഗുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയണം ഏരിയൽ വെലോസിറ്റീസ് എ കോൺസ്റ്റൻറ്റ് എഴുതിയാൽ നൈസായിട്ട് നിങ്ങൾക്ക് മാർക്ക് അവിടെ തന്നേ പറ്റും ബി പാർട്ട് ഒരു കോൺസെപ്റ്റുകളാണ് ദ ഫിഗർ ഷോസ് ഡിഫറെൻറ്റ് പൊസിഷൻസ് PQR ആൻഡ് S ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ ദ പ്ലാനറ്റ് ഹാസ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് അറ്റ് ദീസ് പൊസിഷൻസ് ഐഡൻറ്റിഫൈ ദ പൊസിഷൻ അറ്റ് വിച്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പ്ലാനറ്റ് ഇസ് മാക്സിമം കോൺസെപ്റ്റുവൽ അപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ 4 പൊസിഷൻസ് ആണ് PQR ആൻഡ് S എങ്കിൽ ഏത് പൊസിഷനിലാണ് ആ പ്ലാനറ്റ് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താണ് പറയുന്നത് കേട്ടിട്ട് ജസ്റ്റ് നോട്ട് ചെയ്യുക കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താണ് 12mv² ആണ് എല്ലാവർക്കും
ഒരേ പ്ലാനറ്റിലുള്ളൂ, അപ്പോൾ മാസിൽ മാറ്റില്ല. അപ്പോൾ വെലോസിറ്റി എവിടെയാണ് കൂടുതൽ എന്ന് തീരുമാനിക്കും. വെലോസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും. നമുക്കറിയാം ഒരു പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടുമ്പോൾ നോക്കിയാൽ അത് കോൺസെപ്റ്റ് നോക്കിയൊക്കെ തൊട്ടുമ്പോൾ നമ്മൾ എ പാർട്ട് ചോദിച്ചാൽ അതേ കോൺസെപ്റ്റാണ്. ആംഗുലാർ മൊമെൻറ്റം ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ഒരു പ്ലാനറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, കൺസേർവ് ആണ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? MVR ആണ്. എം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു 1/r. അത് എഴുതിയ കുട്ടിക്കാണ് മാർക്ക്. V പ്രൊപ്പോർഷണൽ ടു 1/r. R കുറയുമ്പോൾ V കൂടും, R കുറയുമ്പോൾ V കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഈ PQRSൽ ഏറ്റവും അടുത്ത് സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത്, അതായത് R കുറയണടാ, ദൂരം കുറയണടാ. അപ്പോൾ ഏറ്റവും കുറവ് ദൂരമാർക്കുക അത് P അല്ലേ. അപ്പോൾ R കുറയുമ്പോൾ V കൂടും. അപ്പോൾ P എന്ന് പറയുന്ന പ്ലാനറ്റിന് V കൂടുതലാണ്. V കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. നേരെ തിരിച്ച് ഏറ്റവും കുറവ് കൈനറ്റിക് എനർജി ആർക്കുക? അത് R എന്ന് പറയുന്ന ക്യാപിറ്റൽ R എന്ന് പറയുന്ന പോയിന്റിനല്ലേ. കാരണം എന്താ, അവിടെ ദൂരം കൂടുതലാണ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ ദൂരം കൂടുതലാണ്. ദൂരം കൂടുമ്പോൾ വെലോസിറ്റി കുറയും. സോ ആൻസർ ഈസ് P ആണ് വരിക. ഓപ്ഷൻ 1 ആണ് അവിടെ ആൻസർ വരിക. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്കറിയുന്ന കാര്യമാണ്. ഹീറ്റ് സപ്ലൈ ചെയ്തത് ഇന്ത്യൻ എനർജി ചേഞ്ച് ചെയ്യാനും വർക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന കാര്യം. ഡെൽറ്റ Q = ഡെൽറ്റ U + ഡെൽറ്റ W or P delta V. കൺസർവേഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തരാന്നൊക്കെ എഴുതിയാൽ നല്ല കാര്യം. അതിൽ ബി പാർട്ട് ഒരു വൺ വേർഡ് ആണ്. ദ ഇൻക്രീസ് ഇൻ ഇന്ത്യൻ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, വിച്ച് പ്രോസസ്സസ് ഡസ് ദ സിസ്റ്റം അണ്ടർഗോ? നമുക്കറിയാം ഡെൽറ്റ Q = ഡെൽറ്റ U = ഡെൽറ്റ W or മൈനസ് ഡെൽറ്റ W എന്ന് പറയും. ഡെൽറ്റ Q 0 ആവണം. കൊടുത്ത വർക്ക് ഫുൾ ഇന്ത്യൻ എനർജി അല്ലെങ്കിൽ ഇന്ത്യൻ എനർജിയാണ് വർക്ക് ഫുള്ളി ചെയ്യണമെങ്കിൽ അത് ഷുവർലി അഡിയബാറ്റിക് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ C or 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 എ പാർട്ട്. വാട്ട് വുഡ് ബി ദ എഫക്റ്റ് ഓൺ RMS വെലോസിറ്റി ഓഫ് എ ഗ്യാസ് molecule if the temperature of a gas is increased? RMS velocity ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. √T. ഓക്കെ, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ RMS വെലോസിറ്റി കൂടെ. എത്രയോ പ്രാവശ്യം ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ സ്റ്റുഡൻസിലേക്ക് ഇതേ ഇക്വേഷൻ എഴുതി വെച്ചാൽ രണ്ട് പ്രൊപ്പോർഷണൽ എടുത്ത് പഠിക്കേണ്ടത്. ഒന്ന് ഇനിയെങ്കിലും പഠിച്ചു നോക്കാം. V പ്രൊപ്പോർഷണൽ ടു √T, ക്യാപിറ്റൽ T. V RMS പ്രൊപ്പോർഷണൽ ടു 1/√m. മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രോബ്ലം വരുമ്പോൾ റൂട്ടും കൂടി എടുക്കണം. ഓക്കെ, നോർമലി √3 ടൈംസ് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ നമുക്ക് വേറെ വാല്യൂ തരാത്തതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ RMS വെലോസിറ്റി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ മതി. ബി പാർട്ട് പ്രോബ്ലം സ്ഥിരം പ്രതീക്ഷിച്ച പ്രോബ്ലം തന്നെയാണ്. RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അറ്റ് 100 Kelvin. അപ്പോൾ ഇക്വേഷൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ √3RT/m. ക്യാപിറ്റൽ R ക്യാപിറ്റൽ T /m. ഓക്കെ, √3 ഉണ്ട്. ആറിൻ്റെ വാല്യൂ 8.314 അല്ലെങ്കിൽ 8.31 എന്ന് മാത്രം ഓപ്ഷനിൽ തന്നിട്ടുള്ളൂ. T ഓക്കെ കെൽവിനിലായിരിക്കണം. അത് കെൽവിനിൽ തന്നെ തന്നിട്ടുണ്ട്. 100/m വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ RMS സ്പീഡ് കിട്ടും. 3 മാർക്കിൻ്റെ സെഷനിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇതല്ലാതെ വേറെ എത്ര ഗ്രാഫ് ഉണ്ട്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നേരെ മുകളിലോട്ട് വരച്ചേക്കണം. പോസിറ്റീവ് സ്ലോപ്പ് VT എഴുതിയിട്ട് പോസിറ്റീവ് സ്ലോപ്പ് ഇട്ടാ. ദെൻ അതിൽ നിന്നും S = UT + ½ AT² അല്ലെങ്കിൽ X = V0T + ½ AT² റിലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. F = ma സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുക? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റ് ഓർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. മൊമെൻറ്റത്തിന് ചേഞ്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്കായിരിക്കും. ദെൻ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. ദ ഫോഴ്സ് എഫക്റ്റിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് M ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഫോഴ്സ് ടൈം ഗ്രാഫ് ഷോൺ ബിലോ. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ ഓവർ ദ ടൈം ഇന്റർവെൽ ഫ്രം 0 to 10 സെക്കൻഡ്. കുറേ ആൾക്കാർ ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടാവും. എന്തുകൊണ്ട് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റാണ് കണ്ടുപിടിക്കണം. മക്കളെ എന്തുള്ളടാ, എന്ത് ബേസ് ക്വസ്റ്റ്യൻ. കാരണം y ആക്സിന് പറയുന്നത് കേട്ടിട്ടൊന്ന് എഴുതാനുള്ള ഒരു ഇത് കാണിക്കണം. നിങ്ങളെ ഫോഴ്സ് ടൈം എന്ത് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും സാർ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് വീഡിയോയിൽ ചെയ്ത് തരാടാ. ഓക്കെ, ഫ്രീ ആവുന്ന അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ഫോഴ്സ് ടൈമാണ്. y ആക്സിൽ ഫോഴ്സ്, x ആക്സിൽ ടൈമാണ്. ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെൻറ്റ്. ഇമ്പൾസ് മൊമെൻറ്റം തിയറിയാണ് ആ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ചോദിച്ച് മീൻസ് എന്താ? ഇമ്പൾസ് ചോദിച്ചാൽ മതി. ചില കുട്ടികൾ ഡയറക്റ്റായിട്ട് ഇമ്പൾസ് ആണെങ്കിൽ ആ ഏരിയ ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം കണ്ടുപിടിക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ, പിന്നീട് ഒരു റെക്റ്റാങ്കിൾ. ഒരു മനക്കണക്ക് ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1/2 × 5 × 5 വരും അല്ലേ. അപ്പോൾ 1/2 × 5 × 5 എന്ന് പറഞ്ഞാൽ അവിടെ 25ൻ്റെ ഹാഫ് 12.5 ആണ് ആദ്യത്തെ ട്രയാങ്കിൾ. പിന്നെ ആ 5 10 അവിടെ 5 വരും. വീണ്ടും 25 ഐ തിങ്ക് 25 + 12.5 അതായത് ഒന്നുമില്ല ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് പിന്നീടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 12.5 പ്ലസ് അങ്ങനല്ലേ 5 5 25. ഓക്കെ, അപ്പോൾ 37.5 ആണെന്ന് എനിക്ക് കിട്ടുന്നത്. അത്രയും ന്യൂട്ടൺ മീറ്റർ ഇമ്പൾസിൻ്റെ. ന്യൂട്ടൺ മീറ്റർ അല്ല, ന്യൂട്ടൺ സെക്കൻഡ്. മറ്റേ ന്യൂട്ടൺ മീറ്റർ ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം MS⁻⁻1 എന്ന് പറയുന്ന ആ യൂണിറ്റ് ഇമ്പൾസ് ഓർ മൊമെൻറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 70 പോകുമ്പോൾ സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ. ഒരു
ഡൗട്ടും വേണ്ട, പബ്ലിക് എക്സാമിന് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം ആ ചാപ്റ്ററിന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് അത്. ഓക്കെ, എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബോഡിയുടെ ആംഗുലർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ആംഗുലർ മൊമെൻറ്റ് കൺസർവ് ആയിരിക്കും. ദെൻ ബി പാർട്ട് നമ്മളെപ്പോൾ എഴുതുന്ന കാര്യമാണ് dl/dt = ടോ വെക്ടർ എന്ന് പറയുന്ന റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റ്. അതിലൊക്കെ ഒന്നും പോകുന്നില്ല. അവിടെ നോർമലി ഒരു പ്രോബ്ലം, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പ്രാവശ്യം ചോദിക്കുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഹൂക്സ് ലോ ഇൻ ഇലാസ്റ്റിസിറ്റി ആണ്. ഹൂക്സ് ലോ ഫോർ സ്മോൾ ഡിഫോർമേഷനിൽ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെ പറയും. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതിൽ ബി പാർട്ട് സേ ട്രൂ ഓർ ഫാൾസ്. എ പാർട്ട് അതിൽ 1 ദ യങ്സ് മോളസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. എന്ത് മണ്ടത്തരാണ്? ഒരിക്കലും ഇല്ല, സ്റ്റീലാണ്. സ്റ്റീലിൻ്റെ യങ്സ് മോളസ് ആണ് റബ്ബറിനേക്കാളും കൂടുതൽ. അത് ഫസ്റ്റ് 1 ഫാൾസ് ആണ് മക്കളെ. ബി പാർട്ട് ദ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഷിയർ മോഡുലസ്. എന്ത് ഡൗട്ട്? അത് കറക്റ്റാണ്, പക്ക. കാരണം അത് ഷിയർ മോഡുലസ് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് ലെങ്ത് ഒക്കെ മാറും. നിർബന്ധം ഒരു ഷേപ്പ് മാറുമല്ലോ. അപ്പോൾ ഷിയർ മോഡുലസ് ആണ്, ഷേപ്പ് ഷിയർ. Okay, question number 19. A part it is easy and less painful to use thin needle than a thick needle for taking an injection for the same applied force. Which needle exerts more pressure? Why? നമുക്കറിയാം അത് പ്രഷറിൻ്റെ ബേസ് ക്വസ്റ്റ്യൻ. P = F/A. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ തിൻ നീഡിൽ ഉപയോഗിക്കുമ്പോൾ ഏരിയ കുറവാണ്, ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുന്നത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. പക്ഷേ തിക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം എടുക്കും, കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അവിടെ നോർമലി ബേസ് ആയിട്ട് പറയേണ്ടത്. ബി പാർട്ട് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം രണ്ടിലും ഒരു ഡിഫറൻറ്റ് ഷേപ്പ്ഡ് ബോഡിയാണ്, ഒരേ ലെവലാണ് ഉള്ളത് ലിക്വിഡ്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓക്കെ, അതന്നെയല്ലേ അവിടെ ചോദിച്ചാൽ നമ്മൾ വായിക്കുന്നത്. ഈസ് ദ പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ഈച്ച് ലെവൽ സെയിം? എന്തുകൊണ്ടാണെന്നല്ല ചോദിക്കുന്നത്. ഓക്കെ, സെയിം ആണ്. എന്തുകൊണ്ടാണ് എന്നുള്ള കേസ് നമുക്കറിയാം. ഹൈറ്റ് സെയിം ആണ് എന്ന് പറയാൻ കാരണം ബോഡീസിനൊന്നും ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. പ്രഷർ P = H/ρg ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആട്ടോ അവിടെ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 20. എ പാർട്ട് എക്സ്പ്ലെയിൻ. പറയാം എന്താ ഡൗട്ടോ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ മേ ബി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പാർട്ട് എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും വോളിയം കൂടെയാണ് ചെയ്യുക. പക്ഷേ വാട്ടറിൻ്റെ വോളിയം 0 to 4 degree Celsius വാട്ടറിൻ്റെ വോളിയം കുറയാണ് ചെയ്യുക. ആഫ്റ്റർ 4 degree Celsius പിന്നെ സീനൊന്നുമില്ല, വോളിയം കൂടെ തന്നെയാണ് ചെയ്യുക. അങ്ങനെ ഒരു മറ്റൊരു വിചിത്രമായിട്ടുള്ളൊരു സ്വഭാവം വാട്ടറിനുണ്ട്. അതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതായത് വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി 4 degree Celsius കാണിക്കുന്നത്. എല്ലാവരും മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുമ്പോൾ വാട്ടർ അവൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള 0 degree Celsius കാണിക്കുന്നതിന് പകരം 4 degree Celsius കാണിക്കുന്നു. അതിൻ്റെ ബി പാർട്ട് LV ഓഫ് വാട്ടർ 22.6 × 10⁵ ജൂൾ പെർ കിലോഗ്രാം. കാൽക്കുലേറ്റ് ദ എനർജി നീഡഡ് ടു ചേഞ്ച് 5 gram ഓഫ് വാട്ടർ ഇൻ ടു സ്റ്റീം അറ്റ് 100 degree Celsius. ഓക്കെ, LVൻ്റെ കേസ് ഇട്ട്. അപ്പോൾ ΔQ = ആര് വരും? ΔQ = MLV ആണ്. ഡയറക്റ്റ് M എത്രയാണ്? 0.5 gram കിലോഗ്രാമിൽ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 0. പറയുന്നത് നോട്ട് ചെയ്യുക, പറഞ്ഞ് കേട്ട് നോട്ട് ചെയ്ത് പോവുക. 0.5 × 10⁻³ V LV MLV. ഓക്കെ, 22.6 × 10⁵ ചെയ്താൽ ആൻസറായി 100 degree Celsius ഒന്നും ഒരിക്കലും അവിടെ ഡിപ്പെൻഡ് ചെയ്യില്ല. LV എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അതൊക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. ഐസോതെർമലിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ. W = nRT log നാച്ചുറൽ ലോഗ് V2/V1 അല്ലെങ്കിൽ നോർമൽ ലോഗ് ബേസ് 10 ആണെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതൊക്കെ ശ്രദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കുകൾ കളയാതിരിക്കുക. 4 മാർക്കിൻ്റെ സെഷനിലേക്ക് പോയി വേണം മക്കളെ എപ്പോഴും പറയുന്ന കാര്യം. 4 മാർക്കിൻ്റെ സെഷൻ എടുത്ത് നോക്കിയാൽ 22ാമത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റിക്ക് എഴുതി വെച്ച കാര്യമാണ്. അതിൽ മാറ്റം വെച്ചിട്ടില്ല. പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഒരു LHS നെറ്റ് ഡയമെൻഷനും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി LHS നെറ്റ് ഡയമെൻഷനും RHS നെറ്റ് ഡയമെൻഷനും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരേ ഡയമെൻഷനുള്ള ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റി റിലേറ്റഡ് ആണ്. ബി പാർട്ട് എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ദാറ്റ് ഈസ് ആംഗിൾ. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി ആവട്ടെ, റിലേറ്റീവ് വെലോസിറ്റി ആവട്ടെ, യൂണിറ്റും ഇല്ല, ഡയമെൻഷൻ. റിലേറ്റീവ് വരുന്ന ഒരാൾക്ക് യൂണിറ്റ് ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരേ യൂണിറ്റ് ഉള്ള ആൾക്കാരെ കമ്പയർ ചെയ്യാന്നല്ലേ. അപ്പോൾ യൂണിറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോകും. അതിൽ സി പാർട്ട് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ mv² ഇക്വേഷൻ ഹാഫ് അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് mv² ഇക്വേഷൻ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 23. എ പാർട്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. വർക്ക് ഈസ് ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന വർക്ക് എനർജി ആൻഡ് പവറിലെ ആ ഒരു കോൺസെപ്റ്റ് ഡെറിവേഷൻ. ബി പാർട്ട് സ്റ്റേറ്റ് വെദർ ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഫോളോയിങ് കേസസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഒരു സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഷുവർലി കൂടും. അതുപോലെ സ്പ്രിങ് ഈസ് കംപ്രസ്ഡ്, പൊട്ടൻഷ്യൽ എനർജി വീണ്ടും കൂടും. കാരണം ½ x സ്ട്രെച്ച് ചെയ്യാവട്ടെ കംപ്രസ് ചെയ്യാവട്ടെ രണ്ടിലും എക്സിൽ മാറ്റം ഉണ്ടാവും. സോ പൊട്ടൻഷ്യൽ എനർജി രണ്ടിലും മാക്സിമം ആവും തന്നെ പറയാം, അല്ലെങ്കിൽ കൂടുമെന്ന് തന്നെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 24. എ പാർട്ട് ഗിവ് 1 എക്സാമ്പിൾ ഫോർ SHM ഓസിലേഷൻ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ പറയാൻ പറ്റും. പിന്നെയോ
പല കേസുകൾ പറയാൻ പറ്റും. ലോഡഡ് സ്പ്രിങ്ങിൻ്റെ കേസ് പറയാൻ പറ്റും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ വെച്ചാൽ അതൊക്കെ +2 കോൺസെപ്റ്റാണ്, അതിലേക്കൊന്നും പോകണ്ട. സിമ്പിൾ പെൻഡുലം പറഞ്ഞാൽ തന്നെ മതിയാകും. ബി പാർട്ട് കൈനറ്റിക് എനർജി. സിമ്പിൾ പെൻഡുലം ചോദിക്കുന്നതിന് വരും കൈനറ്റിക് എനർജി. എൻ്റെ മക്കളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു സിമ്പിൾ പെൻഡുലം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ കൈനറ്റിക് പൊട്ടൻഷ്യൽ, വെലോസിറ്റി, ആക്സിലറേഷൻ്റെ SHMൻ്റെ കേസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ അവിടെ ചെയ്തിട്ടുണ്ടാണ്. SHMലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25 ഓൺ എ പാർട്ട് ഓൺ വാട്ട് ഫാക്ടർ ഡസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം ഡിപ്പെൻഡ്. ഓക്കെ, മീഡിയത്തിൽ സൗണ്ടിൻ്റെ സ്പീഡ് മീഡിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ജനറലി ഏത് മീഡിയം ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി √P/ρ പറയാൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനറലി പറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾ ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, ഇനി മീഡിയം മാത്രം. അപ്പോൾ നമുക്ക് നോർമലി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പ്രഷറിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ബി പാർട്ട് ക്ലോസ്ഡ് വേപ്പിൽ 1:3:5. എല്ലാ കുട്ടികളും പറഞ്ഞത് 1:3:5 പ്രൂഫ് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ തന്നെ പഠിക്കുക. പ്രഷർ ഡെറിവേഷൻ തന്നെ ചോദിച്ചു. ലാസ്റ്റ് 5 മാർക്കിൻ്റെ സെഷൻ. അന്ന് ക്ലാസ് നന്നായിട്ട് കാണും. പറയുന്ന പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഇനിയെങ്കിലും ഒന്ന് പറയുന്ന പോലെ പഠിക്കും. പ്രീവിയസ് മാത്രം നോക്കുന്നവരെ കറക്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് ഫിസിക്സിൻ്റെ കേസ് നമുക്ക് മാത്രം പറയാൻ പറ്റും. അതുകൊണ്ട് ഫിസിക്സിനെ സെറ്റാക്കി തരാൻ വേണ്ടി അത് നോക്കുന്ന കുറച്ച് കുട്ടികൾ, 100 കുട്ടികൾ, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് NCERT നോക്കി ഇങ്ങനെ ചെയ്തു തരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ സെഷനിൽ പോകുമ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ. എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് വെലോസിറ്റി യു അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ അല്ലെ പാർട്ട് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ഓഫ് വെലോസിറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ആൾക്ക് വരക്കാൻ പറ്റിയിട്ടുണ്ട്? ഓക്കെ, അതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഡ്രോ ദ വെലോസിറ്റി, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെലോസിറ്റി. നമ്മൾ നോർമലി വരയ്ക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഗ്രാഫില്ലേ, എനിക്കിവിടെ വരച്ച് കാണിക്കാൻ കുറേ ടൈം എടുക്കും. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റിന് മുകളിലോട്ട് പോയി താഴേക്ക് വരുന്നൊരു ഗ്രാഫില്ലടാ, അതായിരിക്കും മിക്കവാറും ആൾക്കാർ വരച്ചിട്ടുണ്ടാവും. അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഹൊറിസോണ്ടലിൻ്റെയും വെർട്ടിക്കലിൻ്റെയും വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ഓഫ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട്, ടൈം ആക്സിസിന് പാരലായിട്ട് വരച്ചിരിക്കണം. നമ്മളൊരു യൂണിഫോം വെലോസിറ്റിയിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? അതേപോലെ വരച്ചിട്ടുണ്ടാവണം. അതിൽ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണെങ്കിലും മുകളിലോട്ട് പോകുമ്പോൾ കുറഞ്ഞ് വരും, ഹയസ്റ്റ് പോയിന്റിൽ 0 ആണ്, താഴേക്ക് വരുമ്പോൾ കൂടി വരും. അപ്പോൾ മുകളിൽ നേരെ താഴേക്ക് വരയ്ക്കുന്ന ആ ഗ്രാഫാണെന്നാണ്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന. കുറേ കുട്ടികൾ അതിനകത്ത് ഇപ്പോൾ കൈൻഡ് ഓഫ് ഹാഫ് ഇയർലിയും ചോദിച്ചു, പാരാബോളിൻ്റെ ആ ഒരു നോർമൽ കേസ് വരച്ചിട്ട് അവിടെ ഈ യു കോസ് തീറ്റ യു സൈൻ തീറ്റ എഴുതാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അവിടെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യനിൽ 1 കേട്ടോ. ദെൻ ബി പാർട്ട് ടേക്കിംഗ് ദ വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി അറൈവ് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്തോ. ടൈം ഓഫ് ഫ്ലൈറ്റ് T=2u sin θ/g. അതൊന്നും സീനൊന്നുമില്ല. ദെൻ സി പാർട്ട് വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. കാരണം മിക്കവാറും കുട്ടികൾ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഇല്ലല്ലോ 0 എന്ന് എഴുതും. വെലോസിറ്റി അല്ലട മക്കളില്ലാത്ത, വെലോസിറ്റി y കോമ്പണൻ്റ് ആണ് 0, വെലോസിറ്റി x കോമ്പണൻ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഹാഫ് m into vx² ആൻസർ വരും. vx എന്താണ്? u cos θ. സോ ഫൈനൽ ആൻസർ ഈസ് ഹാഫ് m into u square cos square തീറ്റയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറയേണ്ടത്. 0 ഒന്നും എഴുതിയേക്കല്ലേ. 27ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച സമയങ്ങളിൽ നിങ്ങളുടെ ബാങ്ക് ഡ്രോഡാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്ക് ഡ്രോഡിലെ വേരിയസ് ഫോഴ്സസിൻ്റെ ആ ഒരു വെക്ടർ ഡയഗ്രാം വരക്കാനാണ് ചോദിച്ചത്. ബി പാർട്ട് മാക്സിമം പെർമിസിബിൾ v √r g μs plus tan θ all divided by 1 minus μs tan θയുടെ ഡെറിവേഷനാണ്. ഇനി സി പാർട്ട് എന്ന് പറഞ്ഞാൽ കാർ സ്പീഡിങ് അറ്റ് 80 km/h. അപ്പോൾ 80 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 22ൻ്റെ അടുത്തുണ്ടാകും. പിന്നെ ഇയാൾ സ്കിഡാവും ഇല്ലയോ എന്നുള്ളത് സ്ഥിരം ചോദിക്കുക. നോർമലി ചോദിക്കുക സൈക്ലിസ്റ്റിക് കാർ തന്നെ. പക്ഷേ 80 ആദ്യമായിട്ടാണ് വരുന്നതൊക്കെ തോന്നുന്നത്. വാല്യൂ ഒന്ന് മാറ്റി പിടിക്കാറുണ്ട്. √μsrg അല്ലെ, അല്ലെങ്കിൽ √μrg ലെവൽ റോഡ്. അപ്പോൾ മ്യൂ തന്നിട്ടുണ്ട് 0.2, r തന്നിട്ടുണ്ട് 4, gൻ്റെ വാല്യൂ 9.8. അപ്പോൾ √0.2 × 4 × 9.8 അത് ചെറിയൊരു വാല്യൂ അല്ലേ കിട്ടുക. ഏകദേശം ഒരു 8ൻ്റെ അടുത്തൊക്കെ കിട്ടും. ഒരു 7, 8ൻ്റെ ഒക്കെ അടുത്താണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, അതിൻ്റെ റൂട്ട് എടുത്താൽ ഏകദേശം ഒരു 2, 3 അടക്കമാണ് ആൻസർ. ഇത് മനക്കണക്കാണ്. അയാൾ ഇവിടെ വീണ് പെരങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, നല്ല ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. കാരണം അയാൾ മൂവ് ചെയ്യുന്നത് ഏകദേശം ഒരു 20+ ആണ്. ഏകദേശം മാക്സിമം മൂവ് ചെയ്യാൻ പറ്റുന്നത് 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്. 2 to 3 മീറ്റർ പെർ 2.something മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾ മൂവ് ചെയ്യുന്നത് 22.something ആണ്. അപ്പോൾ എന്തായാലും വീഴൂലടാ. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് g സെയിം ഫോർ ഓൾ ഒബ്ജക്റ്റ് അറ്റ് ഗിവൺ പ്ലേസ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോൾസ് ആണ്. ഓക്കെ, ബി പാർട്ട് ഹൈറ്റിലെ ഗ്രാവിറ്റി GH = g × 1 - 2h/r ഡെറിവേഷൻ. സി പാർട്ട് വേരിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഫ്രം ദ സെൻറ്റർ ഒന്ന് കണ്ടോ, ഫ്രം ദ സെൻറ്റർ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് വരയ്ക്കുമ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരിക. കാരണം അവിടെ GD നേരെ സ്ട്രൈറ്റ് ആയിരിക്കും. GHലേക്ക് വരുമ്പോൾ അവിടെ ബെൻഡിങ് ഉണ്ടാകും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലാതെ ഓപ്ഷൻ സി അല്ല വരിക. കാരണം അവിടെ ബെൻഡിങ് ഉണ്ടാവണം. കാരണം GDൻ്റെ ഇക്വേഷൻ g × 1 - d/r ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ കേവ് വരുന്നത്? 1 - 2h ആണ്. 2h അതാണ് ആ കേവിന് കാരണം. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ആംഗിൾ ഓഫ് കോൺടാക്റ്റ്.
ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ടാൻജൻറ്റ് ഡ്രോൺ ടു ദ ലിക്വിഡ് മെനിസ്കസും സോളിഡ് പാർട്ട് ഇൻസൈഡ് ദ ലിക്വിഡ് തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്, അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ ബി പാർട്ട് ഡ്യൂ ടു ക്യാപ്പിലറി ആക്ഷൻ എ ലിക്വിഡ് വിൽ റൈസ്. നോർമലി ഇങ്ങനെ സെറ്റായി കൊടുക്കുക ചെയ്യുക. ഒരു ബോഡിക്ക് ക്യാപ്പിലറി ആക്ഷൻ, ഒരു ലിക്വിഡിന് ക്യാപ്പിലറി റൈസ് ഉണ്ടാവണമെങ്കിൽ ഏത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാവുക? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അക്യൂട്ട് ആംഗിൾ ഉള്ളവർക്കാണ് ക്യാപ്പിലറി റൈസ് ഉണ്ടാവുക. ഒബ്റ്റ്യൂസ് ആംഗിൾ ഉള്ളവർക്ക് ക്യാപ്പിലറി ഫാൾ ഓർ ക്യാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ് H is equal to 2s cos theta divided by a rho g അല്ലെങ്കിൽ r rho g യുടെ ഡെറിവേഷൻ. ഇതാണ് +1 ഫിസിക്സ് മോഡൽ എക്സാം 2025ൻ്റെ ആൻസർ കീ അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ടേ കാണുന്നുണ്ട് മക്കളെ, കാണുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ എക്സാമിൻ്റെ +1 ഫിസിക്സ് ഒന്ന് പോയി നോക്കി നോക്ക്. അതിന് മുമ്പത്തെ മോഡൽ എക്സാംസ് ഒന്ന് നോക്കി നോക്കി. കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ കുറച്ച് ടഫെങ്കിലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം ഒരു ആവറേജ് ആയിട്ടേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് എനിക്കെല്ലാം കിട്ടിയെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്നും കൂടി റീതിങ്ക് ചെയ്തേക്ക്. ഒന്നുകൂടി ഇരുന്ന് NCERT ലെവലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കിയേക്ക്. ഓക്കെ, എക്സാമിന് പബ്ലിക്കിന് പണി കിട്ടണ്ട എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ സാറേ ഈ പ്രോബ്ലം ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, എനിക്കത് എഴുതി വെക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു മക്കളെ. ഞാൻ ഫ്രീ ആവുന്ന കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തു തരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. കാരണം +2 കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാട്ടോ, ഞാൻ അവർക്ക് NCERT എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് നന്നായിട്ട് അവർക്കുണ്ട്. കാരണം ആ ലെവലാണ് മക്കൾ നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനി ഒരു ചെറിയൊരു ടഫായി കഴിഞ്ഞാലൊന്നും വലിയ സംഭവമായിട്ട് അവർക്ക് തോന്നാറില്ല. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങൾ വേണമെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ. അതിൽ എന്താണ് ഇപ്പോൾ NCERT ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, ഫ്രീ ആവുന്നതനുസരിച്ച് ഞാൻ ചെയ്തു തരാം. സോ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങളത് അറിയിച്ചാൽ മതി. ഞാൻ സമയത്തിനനുസരിച്ച് എന്തായാലും അത് കൺസിഡർ ചെയ്യൂടാ. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.